എന്റെ പേര് ആൻ. ഇതെന്റെ ഹസ്ബൻഡ് ക്രിസ്റ്റോ. വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ എന്തിനാ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി? ഞങ്ങൾ ഈ ചാനലിന്റെ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജേർണി ഡോക്യുമെന്റ് ചെയ്യാം. അതായത് ഞങ്ങൾ ഒക്ലഹോമയിലേക്ക് മൂവ് ചെയ്തു. യുഎസില് ഒക്കലഹോമ ഒക്ലഹോമ ഒക്ലഹോമ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ കുറിച്ച് പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇല്ല. ഞങ്ങൾ പലരോടും ഞങ്ങൾ ഒക്ലഹോമയ്ക്ക് മൂവ് ചെയ്യുന്ന കാലിഫോർണിയയിൽ നിന്ന് ഒക്ലഹോമയ്ക്ക് മൂവ് ചെയ്യുന്നത് പറഞ്ഞപ്പം ആൾക്കാർ ചോദിച്ചു അത് കാലിഫോർണിയയിലെ ഒരു സിറ്റിയാണോ എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫാക്ട്സും അതോടൊപ്പം തന്നെ ഒക്ലഹോമയെക്കുറിച്ചും ഞങ്ങൾ എന്തിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, എന്താണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ആകർഷിച്ച കാര്യങ്ങളെന്നും പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നതെന്നും ഞങ്ങളുടെ ലൈഫ് സ്റ്റോറിയും ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുകയാണ് ഇവിടെ. അപ്പം നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരോടും ഒന്ന് പറഞ്ഞാലോ? പറയാം. നമ്മളെന്താ ചെയ്യും? നമ്മുടെ തൊട്ട് പുറത്ത് ഒരു ക്രിസ്റ്റോ ഒരു ചിക്കൻ കൂപ്പ് പണിതിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു 20 കോഴിയുണ്ടല്ലേ? നമുക്ക് 21 കോഴിയുണ്ട്. 21 കോഴിയുണ്ട്. സോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് കോഴികളും പിന്നെ നമ്മൾ ഗാർഡനിങ് ചെയ്യാറുണ്ട് സീസണലി. മീനിങ് ഇവിടെ നമുക്ക് വിൻ്റർ കിട്ടും. അപ്പോൾ വിൻ്റർ സമയത്ത് ഗാർഡനിങ് ചെയ്യത്തില്ലല്ലോ. പക്ഷേ സ്പ്രിങ്ങും സമ്മറും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫോൾ സീസൺ ക്രോപ്സ് വരെ നമ്മൾ ഗ്രോ ചെയ്യാറുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു നവംബർ മുതൽ ഒരു ഏപ്രിൽ വരെ നല്ല തണുപ്പുണ്ട്. അപ്പം പുറത്ത് ഒരു കൃഷിയും പരിപാടികളൊന്നും നടക്കുകയില്ല. അപ്പം ആ ടൈമിൽ നമുക്ക് കോഴികളാണ് നമ്മുടെ മുഖ്യ ഐറ്റം. പിന്നെ അതല്ലാതെ ഞങ്ങൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐറ്റംസ് വിൽക്കുകയും ചെയ്യും. നമ്മൾ കിഴങ്ങുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗ്രോ ചെയ്ത സാധനങ്ങൾ, അതായത് സമ്മറിലും ഫാളിലും ആയിട്ട് ഉണ്ടായ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് വേണ്ടതിലധികമുള്ള ഇത് നമ്മൾ പൊതുവേ ഓൺലൈനിലൂടെയും അല്ലെങ്കിൽ ഡയറക്റ്റ്ലിയും വിൽക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചെറിയൊരു പോർഷനേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളുടെ ഫുൾ ടൈം ജോലിയുടെ കൂടെ ഒരു ചെറിയൊരു സൈഡ് ഹസൽ പോലെ ഞങ്ങൾ ചെയ്യുന്നു. ഇത് കൂടുതൽ പാഷൻ ഡ്രിവനാ, അല്ലാതെ ബിസിനസ് ഡ്രിവൻ അല്ല. അപ്പൊ ഞങ്ങൾ കാലിഫോർണിയയിലായിരുന്ന സമയത്ത് ഞങ്ങൾ ചെറിയ അപ്പാർട്ട്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു വളരെ ചെറിയ ഒരു മേ ബി ഒരു 2 feet by 10 feet നീളത്തിലുള്ള ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടി ഇച്ചിരി മണ്ണ് പോലെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ആക്ച്വലി ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഗ്രോ ചെയ്താലോ എന്നുള്ളൊരു ഇൻട്രസ്റ്റ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു മുളകും പിന്നെ ബെൽ പെപ്പറിന്റെ അരി ആൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രോപ്പഗേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് മുളപ്പിച്ച് അത് നട്ട് ഞങ്ങൾ ആക്ച്വലി അതിൽ നിന്ന് ഞങ്ങൾ ബെൽ പെപ്പറും പിന്നെ ഈ ചെറിയ മിനി പെപ്പേഴ്സ്, സ്വീറ്റ് പെപ്പേഴ്സ് ഒക്കെ ഞങ്ങൾ അതിൽ നിന്ന് ഗ്രോ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒക്ലഹോമയിലേക്ക് മൂവ് ചെയ്തു. ഞങ്ങൾ ഇച്ചിരിയും കൂടെ സ്ഥലമുള്ളതും നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു ജോബ് ട്രാൻസ്ഫർ ഓപ്പർച്യൂണിറ്റി വന്നത്. അങ്ങനെ ഞങ്ങൾ ഒക്ലഹോമയിലെത്തി. ഈ 21 കോഴികൾ നമുക്ക് എത്ര ഡസൻ കിട്ടും? നമുക്കൊരു 1.5 ഡസനോളം ഡെയിലി കിട്ടും മുട്ട. അപ്പോൾ ആ 1.5 ഡസനിൽ നിന്ന് നമുക്ക് കുറച്ച് മുട്ടയുടെ ആവശ്യമുള്ളൂ ഡെയിലി. നമുക്കൊരു മേ ബി ഒരു 3-4 മുട്ട മതി ഒരു ദിവസം. അപ്പം മിച്ചം വരുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 തവണത്തോളം വെച്ച് ഞങ്ങൾ പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ നെയ്ബേഴ്സാണ് പൊതുവെ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് വിൽക്കാറുമുണ്ട്. ഇനിഷ്യലി നമുക്ക് ഇത്രയും മുട്ട കിട്ടുന്ന സമയത്ത് ക്രിസ്റ്റോന്റെ അടുത്ത് ചോദിച്ചു, നെയ്ബേഴ്സിന്റെ അടുത്ത് ഞാനൊന്ന് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുക അവർക്ക് ഫ്രീ ആയിട്ട് മുട്ട വേണമെന്ന്. ഈ ഫ്രീ ആയിട്ട് വേണമെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ പേ ചെയ്തോളാം, എത്രയാന്ന് പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങള് മുട്ട വിൽക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്തിനാ 21 കോഴി, നിങ്ങൾക്ക് 4 മുട്ട മതിയെങ്കിൽ 4-5 കോഴി പോരെ. ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ വെച്ച് നമുക്ക് ഇയർ റൗണ്ട് മുട്ട കിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം ഡേ ലൈറ്റ് കുറയും, അതിനനുസരിച്ച് കോഴികൾ മുട്ടയിടുന്ന കുറയും. പിന്നെ നമ്മളങ്ങനെ ആർട്ടിഫിഷ്യലി അവരെ കൊണ്ട് മുട്ടയിടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ലൈറ്റും അല്ലെങ്കിൽ എക്സ്ട്രാ ഹീറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ നാച്ചുറലി നടക്കുന്നത് മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ഈ ചെറിയൊരു മിനി ഫാം പോലെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിലേറെ കോഴികളുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ചില സമ്മർ ടൈമിൽ പ്രത്യേകിച്ച് നമുക്ക് മുട്ടകൾ ഒരുപാട് കുറയും.
ഞങ്ങളുടെ കോഴികൾ മിക്ക ബ്രീഡും തന്നെ വിന്റർ ഹാർഡി എന്ന് പറയും, അതായത് വിന്ററിന് പറ്റിയ ബ്രീഡുകളാണ്. അപ്പോൾ അവർക്ക് തണുപ്പ് വലിയൊരു പ്രശ്നമല്ല, തണുപ്പ് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും വലിയൊരു പ്രശ്നമല്ല. ചൂടാണ് അവർക്ക് അതിലും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മർ ടൈം ആകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ 21 കോഴിയിൽ നിന്ന് ചിലപ്പോൾ ഒരു 4 മുട്ട ഒക്കെ കിട്ടുന്ന ദിവസങ്ങളാണ് മിക്ക ദിവസങ്ങളിലും. അവർക്ക് ചൂട് പറ്റില്ല, ചൂട് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിന്റർ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കോഴികളെ 21 കോഴികളെ ഇപ്പം വളർത്തുന്നത്. നമുക്ക് ഒരു സമയത്ത് ഏകദേശം 40ഓളം ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇച്ചിരി സൈസ് കുറച്ചു. പിന്നെ ഞങ്ങൾക്ക് കുറേ പൂവൻ കോഴിയും ഉണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് കാര്യം 1 ഏക്കർ പറമ്പ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ അങ്ങനെ റെഗുലേഷൻസ് ഒന്നുമില്ല കോഴി വളർത്തുന്നതിനെ കുറിച്ച്. പക്ഷെ എന്നാൽ പോലും ഞങ്ങളുടെ നെയ്ബേഴ്സ് ചെറിയ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പൂവൻകോഴിയുടെ ഒച്ച ശല്യം അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അത് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പക്ഷേ എന്നാലും അതിന് റെഗുലേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ഒരു കേർട്ടസിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അവരെ പൂവൻ കോഴികളെ ഞങ്ങൾ അങ്ങ് മാറ്റിയല്ല, നമ്മളെ ചട്ടിയിലാക്കി എന്ന് വേണേ പറയാം. അപ്പം അതും ഞങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ അത് യൂട്യൂബിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലാത്ത കാരണം നമ്മൾ അതത് കാണിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. കോഴി വളർത്തലും പിന്നെ കോഴീനെ കറിയാക്കുന്ന പരിപാടിയും ചട്ടിയിലാക്കുന്ന പരിപാടിയും. അപ്പൊ ഇതെല്ലാം നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നാട്ടിലായിരുന്നപ്പോ ഇതൊക്കെ സാധാ ഇത് നമ്മൾ നോട്ടീസ് ചെയ്യാത്ത പോലും കാര്യങ്ങളാണ്. കടയിൽ ചെല്ലുന്നു, കോഴി മേടിക്കുന്നു, അപ്പൊ നമ്മൾ കാണുന്നില്ലല്ലോ എന്താ സംഭവിക്കുന്നതല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടി വരുമ്പം നല്ല സമയം എടുത്തു. ആദ്യം എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു കോഴീനെ നമ്മള് ചട്ടിയിലാക്കുന്ന ആ ഒരു പ്രൊസീജിയർ ഞങ്ങൾക്ക് ഒരു 2-2.5 മണിക്കൂറോളം എടുത്തെന്ന് തോന്നുന്നു. കാരണം അത് ഇതിന്റെ അനാറ്റമി എല്ലാം ഒന്ന് പഠിച്ചിട്ട് വേണ്ട ഈ സംഭവം എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്നും പിന്നെ പപ്പ് പറക്കില്ല, ആ മണവും ഇതെല്ലാം കൂടെ ഒരു മണം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഞാനൊരു ഡബിൾ മാസ്കും പിന്നെ അതിന്റെ മുകളിലൊരു ക്ലിപ്പും അങ്ങനെയൊക്കെ ഇട്ടിട്ടാ. അതെ, പിന്നെ നമുക്ക് കാര്യം ഇവിടെ വലിയ റെഗുലേഷൻസ് ഇല്ലെങ്കിലും, കാരണം നമ്മളുടെ ഈ ഏരിയയിലോട്ട് നമ്മൾ സിറ്റിയിൽ നിന്ന് ഒരു ഇച്ചിരി വിട്ടിട്ടാ. അപ്പോൾ നമുക്ക് സിറ്റിയുടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് മെയിൻ സിറ്റിയിലെത്താം. എന്നാൽ പോലും നമുക്ക് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് കോഴിനെ കൊല്ലാനോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനോ പറ്റില്ല. അപ്പം നെയ്ബേഴ്സ് കാണാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു റൂളുണ്ട്. അത് മാത്രമേ ഉള്ളൂ റൂളായിട്ട് സത്യത്തിൽ. അപ്പം ആ റെഗുലേഷൻ ഒഴിച്ച് നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കാണാത്ത വിധത്തിലുള്ള രീതിയിലുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പം ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറെ ചില സ്മോൾ ബിസിനസ്സുകളും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ചെറിയ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു. അത് ഞങ്ങൾ തന്നെ അത് റെൻ്റൽ പ്രോപ്പർട്ടി ഞങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ പല വീഡിയോസും ഇടുന്നതായിരിക്കും. ഈ പുള്ളി ഒരു ആശാരിയാണ്. ആശാരിയല്ല, പക്ഷെ എന്നാലും കുറച്ച് ഞാൻ ആശാരിപ്പണി കുറച്ച് പഠിച്ചിട്ടുണ്ട് സ്കൂളിലായിരുന്ന സമയത്ത്. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം വേണ്ടതെല്ലാം തന്നെ ചെയ്യും. ആശാരിപ്പണി, ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിങ്ങും എല്ലാം തന്നെ അത്യാവശ്യം തട്ടിമുട്ടി പോകാനുള്ളത്. കാരണം ഇവിടെ അതിന് വേണ്ടിയിട്ട് ആളെ ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ നമുക്കത് കൊക്കിലൊതുങ്ങിയാലാത്ത ഒരു പരിപാടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് പല കാര്യങ്ങളും അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ചെറിയ രീതിയിൽ ടാക്സും ഫൈനാൻഷ്യൽ സർവീസുകളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ജോലിയിൽ ഉപരിയായിട്ടുള്ള സൈഡ് ഹസൽസ് ആണ്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചും കുറച്ച് പറയുന്നതായിരിക്കും. ഒരുപാട് അതിലേക്ക് ദീർഘിപ്പിച്ച് പോകുന്നില്ല, എന്നാലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതെല്ലാം കൂടാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ലൈക്ക് കയാക്കിങ്ങും. ഇവിടെ അടുത്ത് തന്നെ കുറെ ലേക്സ് ഒക്കെ ഉണ്ട്, അപ്പൊ അവിടെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ റെക്രിയേഷണൽ ആയിട്ട് ഐറ്റംസ് വേണ്ട. അപ്പൊ ഞങ്ങള് വലിയ കാര്യമായിട്ട് സ്പോർട്സിൽ ഞങ്ങൾ അത്ര ഇൻവോൾവ് അല്ല, അതുകൊണ്ട് അതിനുള്ള ടൈം ഇല്ല. അതാണ് അതിന്റെ ഓണസ്റ്റ് റിയാലിറ്റി. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് നമുക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞ വർഷം. അപ്പൊ അവനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ ഫോക്കസ്. അപ്പൊ അവൻ ഞങ്ങളെ ശരിക്കും ബിസി ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ എല്ലാം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം കേൾക്കുവാണെങ്കിൽ അത് കൊച്ചാണ്. കൊച്ച് സേഫാണ്. കൊച്ച് ഇസ് വെരി ഹെൽത്തി. ചുമ്മാ ശബ്ദം ഉണ്ടാക്കുന്ന. അതെ, അപ്പം എല്ലാം കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞങ്ങളോട് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതിനും കൂടെ ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ, ഈ ഹോൾ വ്ളോഗിങ് സീരീസ് ചെയ്യുന്നത് തന്നെ. കാരണം പലരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്, ടൈം മാനേജ്മെൻറ്റും എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നു. അപ്പം നമുക്കും 24 മണിക്കൂറേ ഉള്ളൂ. പിന്നെ നമ്മൾ
ഈ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് സമയം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പലരും എക്സ്ക്യൂസുകൾ ഉണ്ടാക്കും, ഞങ്ങളും പല കാര്യത്തിലും എക്സ്ക്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്തായാലും നമുക്ക് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ഇതെല്ലാം, കൃഷിപ്പണിയാണേലും കോഴീനെ നോട്ടമാണേലും എന്താ പിന്നെ ഈ പറഞ്ഞ പോലെ ടാക്സ് സർവീസും പിന്നെ പ്രോപ്പർട്ടി മാനേജിങ്ങും ഇതെല്ലാം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർ പറഞ്ഞ് എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ ലൈഫും ഞങ്ങളുടെ ഈ സ്റ്റോറികളും ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഇതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ അലോങ് ഇൻ അവർ ജേർണി.